ഹലോ രാജമ്മ, വെൽക്കം ടു VMC മലയാളമ്മ. അമ്മ എപ്പോഴാ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ഉറക്കെ പറയൂ. ഇവിടെ വിലാസിനി എന്റെ മരുമോള് കൊച്ചിന്റെ അടുത്ത് ഞാൻ ഇവിടെ വന്നപ്പോ ഒരു വർഷത്തെ ആയപ്പോ വന്ന് അന്ന് ഈ കൊച്ചെന്നോട് പറഞ്ഞപ്പോ ഞാൻ അത്ര ഇതാക്കിയില്ല, ഒന്ന് മനസ്സിലാക്കി. പിന്നെ ചെയ്തില്ല, മനസ്സ് വന്നില്ല എനിക്ക് അന്നേരം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് 2-3 മാസം കൂടെ കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്ന് കഴിഞ്ഞപ്പോ വിലാസിനോട് പറഞ്ഞ അമ്മ ഇന്ന പോലെ ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ എന്നെ വീഡിയോ കാണിക്കുകയും സീമാജിയുടെ ക്ലാസ് എന്നെ കേൾപ്പിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് അന്നേരം മുതൽ എനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കിത് ഇഷ്ടമാണ്, ഞാനും തുടരുക. അന്നേരം ഇവിടെ എന്നോട് അതല്ല പിന്നെ പിന്നെ ഇവിടെ വരുമ്പോഴല്ല, എനിക്ക് ഇവിടെ വരുമ്പോഴേ ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യമേ ഉള്ളൂ. മെഡിറ്റേഷൻ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് 2ാമത്തെ മോന്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല അവിടെ. അതിന് ഞാൻ 6 മണിക്കൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ വെളുപ്പിന് അവരെല്ലാം ഉറങ്ങുമ്പോ അവരറിയാതിരിക്കും, ബ്രഹ്മമുഹൂർത്ത സമയത്ത് അവരറിയാതെ ഒരു 3:30 ആകുമ്പോ ഞാനിങ്ങനെ നമുക്ക് ഒരു ദിവസം എന്നെ ചെവി ഹലോ എന്നൊരു വിളി കേട്ടു. എനിക്ക് മനസ്സിലോർത്ത് കിടന്നത് ഞാന്, എനിക്ക് സമയവും കാര്യവും ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഉറങ്ങിപ്പോയെന്ന്. അന്ന് എന്നെ ചെവിക്കകത്ത് വന്ന് ഹലോ എന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കിയപ്പോ 3:30. അവിടെ മുതല് ഞാൻ ആ ഒരു കൃത്യസമയം ഇന്നും ഉണരുന്നുണ്ട്. ഇവിടെ വന്ന് ഈ ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവരറിയാതെ ഞാൻ ഇരിക്കും. പിന്നെ പിന്നെ അവർക്ക് അറിയാമായിരുന്നു ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അവരോട് പറഞ്ഞ അവരത് ചെയ്യില്ല, ചെയ്യാൻ സമ്മതിക്കുന്നില്ലേ അമ്മ? ചെയ്യാൻ സമ്മതിക്കും. വെരി ഗുഡ്. അതിനൊന്നും തടസ്സം പറഞ്ഞില്ല. അവര് വേറൊരു മുറി, ഞാനും മൂത്ത കൊച്ചും വേറൊരു മുറിയിലുണ്ട്. അവരറിയുന്നില്ല. അവര് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇത് കഴിഞ്ഞിരിക്കും. അമ്മക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയെടുത്തുന്ന എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? എന്നറിയാമോ? എനിക്ക് എന്നാ ചെയ്യേണ്ട, ഈ ചെവിക്കകത്ത് ഈ വെള്ളം ഇങ്ങനെ പോയ പോലെ ചെവിക്കകത്ത് എനിക്കൊരു കേൾവിക്കുറവല്ല, ഒരു ഈർച്ചക്കേടായിരുന്നു. അതെനിക്ക് ഒത്തിരി നാടുകൊണ്ട് എന്റെ മനസ്സിന് അതൊരു ഇതുണ്ടായി. ഞാൻ അവരോട് പറയാതെ കൊണ്ട് നടന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അവര് പൊട്ടിയാ ചെവി കേൾക്കിയാല എന്നൊക്കെ പറയുമല്ലോ എന്നുള്ള അതിന് ഞാനത് പറഞ്ഞില്ല, പറയാതെ കൊണ്ട്. പക്ഷെ ഈ ധ്യാനത്തിന് ഇരുന്നേ പിന്നെ എനിക്ക് അങ്ങനെയുള്ള കേസ് കെട്ടുകളൊന്നും ഇല്ല. എല്ലാം മാറി. എനിക്ക് ഈ ചങ്കിനകത്ത് എപ്പോഴും ഒരു വേദന ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലെ പേടി എന്നാന്ന് എല്ലാവർക്കും ഈ അറ്റാക്ക് വരികയല്ലേ എന്ന് പറഞ്ഞ പോലാണോ എനിക്കൊന്നൊരു മനപ്പേടിയായിരുന്നു. അതെല്ലാം അങ്ങനെ എനിക്ക് മാറിക്കിട്ടി. പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു. കിടന്നു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുമ്പോ ഈ കയ്യും കാലും കഴച്ചിട്ട് എനിക്ക് കിടക്കത്തില്ല. അപ്പൊ ഇപ്പൊ ഇത് ഇരുന്നേ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ എനിക്ക് വിലാസിനിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. എന്ന് മരുമോള് അവളാണ് എന്നെ ഇത്രമേൽ. അങ്ങനെയുള്ള മരുമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും അല്ലെ ഈ ഒരു ദിവ്യമായിട്ടുള്ള മാർഗത്തിൽ ഈസിയായിട്ട് എത്തും. ഇവിടെ വന്ന 6 മണിക്ക് എനിക്ക് ഇരിക്കാൻ എത്ര സമയം വരെ ഇരിക്കാനും, വെളുപ്പിന് പിന്നെ 3:45 ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് എനിക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ കുളിക്കത്തില്ല, കയ്യും കാലും ഒക്കെ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇരിക്കുന്നത്. അന്നേരം ഒരു 5:30-5:45 വരെയൊക്കെ സമയം ഞാൻ ഇരിക്കും അല്ലേ ദിവസം. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ മക്കള് കണ്ടോ? മക്കൾക്ക് മനസ്സിലായോ ഈ മാറ്റങ്ങൾ? അവർക്കറിയാം. എനിക്ക് അതുകൊണ്ട് മനസ്സിലൊക്കെ എനിക്ക് നല്ല സന്തോഷം. ഇപ്പൊ എനിക്ക് അത്ര ഇരുന്നാലും മതിയാകുന്നുള്ള ഒരു ധാരണയാണ്. പിന്നെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായ, നമ്മള് ഈ കഴിഞ്ഞ 2 മെനഞ്ഞാന്നത് ഇങ്ങനെ ധ്യാനത്തിന് ഇരുന്ന് കഴിഞ്ഞ ഒരു 5:30 ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഉണർന്നിട്ട് പിന്നെ ഞാൻ ഓർത്തെന്നാ ഇനി ഒരു ശകലം കിടന്നേക്കാവെന്നോർത്ത് ഞാൻ ഇങ്ങനെ തലയായിട്ടൊരു ശകലം ഇങ്ങോട്ടൊന്ന് കിടന്നതേ ഉള്ളൂ. 5 മിനിറ്റ് പോലും ആയില്ല. അതിന് മുന്നേ എന്റെ ചെവിക്കകത്തൂടെ വണ്ട് മൂളുന്ന പോലെ തലയ്ക്കകത്തെല്ലാം അങ്ങോട്ട് വണ്ട് മൂളുക, പെരുപ്പോ. എന്നിട്ട് എന്റെ കണ്ണിൽ കാണുന്ന എന്നാന്നറിയോ, എന്റെ തലയ്ക്കകത്തുനിന്ന് ഒരു ദ്രാവകം ഇങ്ങനെ തിളച്ചു പൊങ്ങുക കാണുവാ. എനിക്ക് തിളച്ചു പൊങ്ങുന്ന പോലെ തോന്നുക. പിന്നെ എനിക്ക് എന്റെ ദേഹം വിറയ്ക്കുവോ എന്നാന്ന് എനിക്ക് പറഞ്ഞറിയാം. എനിക്ക് മിണ്ടത്തില്ല. ഞാൻ പിന്നെ ചെറുതായിട്ട് ഞാൻ കരയുവോ മൂളുകയോ ചെയ്തത് ഇവരറിഞ്ഞു. ഇവിടെ നോടി അവിടെ വന്ന് എന്നാ പറ്റിയതാന്നോർത്ത് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് അല്ല, അത് ഉണ്ടായതിനു ശേഷം പിന്നെ അത് എത്ര നേരം ഉണ്ടായി? കുറേ നേരം, ഒരു
എനിക്ക് ഒന്ന് 5 മിനിറ്റേലും ഞാൻ അങ്ങനെ ഒന്ന് ഞാൻ ഒരു അനുഭവം ഉണ്ടായി. ഒരു അനുഭവം. അതിനുശേഷം എന്തായി അമ്മയ്ക്ക്? അത് കഴിഞ്ഞ് ഞാനങ്ങ് പിന്നെ എന്റെ തലയ്ക്കെല്ലാം നല്ല ഒരു കനമില്ലാത്ത പോലെ. നേരത്തെ എന്ന് പറഞ്ഞാൽ എന്റെ തലയ്ക്ക് ഭാരമോ എന്നാന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല. തലയ്ക്ക് അകത്ത് വേദനയോ എന്നാ അതിപ്പോ എനിക്ക് തോന്നാ എന്റെ തലയിലെ ഭാരമില്ല അങ്ങ് പോയെന്ന്. അപ്പൊ മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഇത് എത്ര വലിയ ക്ലെൻസിങ് പ്രോസസ് ആണ് നടന്നത് എന്ന് മനസ്സിലായോ? തലയിലുള്ള ആ ഒരു നെഗറ്റീവ് ഒക്കെ അത് കഴുകി കളഞ്ഞു. അതായത് അന്തരംഗ ശുദ്ധീകരണ പ്രക്രിയ, ആത്മാവിൽ അഭിഷേകം, നാഡീമണ്ഡല ശുദ്ധീകരണ പ്രക്രിയയാണ് അമ്മയ്ക്ക് നടന്നത്. എന്തുകൊണ്ടാ? അമ്മ ചിത്തശുദ്ധിയോടുകൂടി അത്രയും മണിക്കൂർ മക്കളൊന്നും അറിയാതെ പോലും ഇത് ചെയ്യാൻ വേണ്ടിയുള്ള തപന, അതിന്റെ അനുഗ്രഹം അമ്മയ്ക്ക് കിട്ടിയ. അവരുടെ വീട്ടിൽ ഈ മാംസം ഒരിക്കലും ഒഴിയത്തില്ല. അതെ. അതിനിടെ ഞാൻ ഇവിടെ വരുമ്പോ മുളക് പൊട്ടിക്കും. അവര് നല്ല രീതിയിൽ കഴിക്കാൻ മുളക് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ സഹിച്ചിട്ട് അമ്മ പ്യൂർ വെജിറ്റേറിയൻ ആയി. ഓ വെരി ഗുഡ്. എന്ന് എന്നോട് പറഞ്ഞു അന്നും അതില് വെജിറ്റേറിയൻ ആയി. എനിക്ക് അങ്ങനെ തന്നെ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് നന്നായി. അത്രയും ത്യാഗം അമ്മ ചെയ്തതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും നന്മ വന്നത് അല്ലേ? ഈ മാർഗത്തിൽ വന്നവർക്കൊക്കെ നന്മയുണ്ടാവും. ഇപ്പോഴും എന്റെ കണ്ണീന്ന് മായുന്നില്ല. എന്റെ തലയ്ക്കകത്തുനിന്ന് വരുന്ന ആ ദ്രാവകത്തിന്റെ കളർ പോലും മനസ്സിലുണ്ട്. എനിക്ക് ഒരു രക്ത കളറാ വരുന്നത് കാണുന്നത് എനിക്ക്. അതെ, അതെല്ലാം ഒരു നമുക്ക് ആവശ്യമില്ലാത്തതാ അമ്മേ. അതെല്ലാം ആരാ കഴുകി കളഞ്ഞെന്ന് അറിയോ? അമ്മ ചെയ്ത ഈ ഒരു ശുദ്ധ സാധനയിലൂടെ, ആ മഹാപരിശൂന്യത്തിലൂടെ ദൈവീകമായിട്ടുള്ള ശക്തിയാൽ ക്ലെൻസ് ചെയ്താണത്. ആസ്ട്രൽ സർജറീസ് എന്നാ ഇതിനെ പറയാ. അപ്പൊ അമ്മ ഹാപ്പി ആയില്ലേ? ആദ്യമേ ഉണ്ടല്ലോ ഈ ഒരു ചെവിക്കകത്ത് എനിക്ക് നേരത്തെ 1 വർഷത്തിന് മുന്നേ ഈ ചെവിക്കകത്ത് എനിക്ക് ഇങ്ങനെ ഈ ചെവിയുടെ ഒരു മൂടൽ പോലെ അകത്തതായിട്ട് മകളുടെ വീട്ടിൽ നിൽക്കുമ്പോഴാ സംഭവം. എന്നിട്ട് ആശുപത്രി പോയി അവരത് ഈ ചെവി, ഈ ഒരു ചെവി എല്ലാം ക്ലിയർ ആക്കി. അന്നേരം പിന്നെ എനിക്ക് ഇച്ചിരി എന്നെ പൊട്ടിന്ന് പറയുമായിരുന്നു. തന്നെ ഞാൻ അതെല്ലാം വേദനയോട് സഹിക്കുമായിരുന്നു. തമാശനാണേലും എന്നെ പറയുമായിരുന്നു ചെവി കേൾക്കത്തില്ല അവര് പൊട്ടിയ. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് ഈ ചെവിക്കും കൂടെ വരുമ്പോ എനിക്ക് പറയാൻ പറ്റുമോ അവരുടെ അടുത്ത്? മിണ്ടിയില്ല, മിണ്ടോതിരുന്ന് ഞാൻ പറഞ്ഞില്ലേ. പറയാതിരുന്നിട്ട് പിന്നെ നമുക്ക് ഈ ചെവിക്കകത്ത് ഈ പണ്ട് മൂളുന്ന പോലെ എന്റെ തലയ്ക്കകത്ത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു മുളിച്ച പോലെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ പിന്നെ അതൊന്നുമില്ല. അപ്പൊ അത് നടന്നത് എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ അമ്മേ? അപ്പൊ എല്ലാവരും ധ്യാനം ചെയ്യണോന്ന്. അതെ, 1 രൂപ പോലും ചെലവില്ലാതല്ലേ ഇതൊക്കെ നടന്നത് അമ്മേ? ആരെങ്കിലും ഫീസ് വാങ്ങിച്ചോ അമ്മടേന്ന്? ഇല്ല. ആരെങ്കിലും ഒറ്റക്കാലിൽ തപസ് ചെയ്യണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് വീട്ടിലിരുന്ന് സുഖമായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ആ ശൂന്യത്തിൽ തുടരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്രയും അത്ഭുതങ്ങൾ വന്നെങ്കിൽ എല്ലാവർക്കും ഈ അത്ഭുതങ്ങൾ സംഭവിക്കണ്ടേ? അപ്പൊ അമ്മ പറയൂ എല്ലാവരോടും ധ്യാനം ചെയ്യണം. എല്ലാവരും ധ്യാനം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, എന്റെ വിലാസിനി മോനാണ് എനിക്കിത് ആദ്യമായിട്ട് പറഞ്ഞു തന്നെ. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് അതെ. ഇപ്പൊ ഞാൻ VMCയിലൂടെ പറഞ്ഞത് അമ്മയെ പോലുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പൊന്നുമക്കളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ അല്ലേ? അമ്മയ്ക്കൊന്നും ഇത് VMC കാണാനോ യൂട്യൂബ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ വിലാസിനി മേഡത്തെ പോലുള്ള മക്കള് ഉള്ളത് കാരണമാണ് അമ്മമാരിലേക്ക് ഇത് എത്തുന്നത്. മരുമോളെ സ്തുതിക്കുക. പിന്നെ ദിവ്യമായിട്ടുള്ള സമ്പത്ത് അമ്മയ്ക്ക് തന്നെ, ജന്മജന്മങ്ങളെ അമ്മയെ രക്ഷിച്ചത് അല്ലേ? ജന്മാന്തര പാപങ്ങളാണ് കഴുകി കളയാനുള്ള മാർഗം ആ മരുമോള് പറഞ്ഞു തന്നെ. അപ്പൊ ഇങ്ങനെ എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള മരുമക്കൾ ഉണ്ടാവട്ടെ അല്ലേ? താങ്ക് യു അമ്മ. ശരി.